സതേൺ ഹൌസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡും പ്രതികളും തമ്മിൽ 358.5 സെന്റ് ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് 1992 കരാറുകൾ ഒപ്പുവച്ചു. ഏകദേശം 18 ലക്ഷം രൂപയുടെ ഈ ഇടപാടിൽ ഭൂമിയുടെ വിലയും മറ്റ് വ്യവസ്ഥകളും കരാറിൽ വ്യക്തമാക്കിയിരുന്നു. സതേൺ ഹൌസിംഗ് കോർപ്പറേഷൻ ആകെ വിലയുടെ 65% മുൻകൂറായി നൽകിയെന്നും വിൽപ്പന പൂർത്തിയാക്കാൻ തയ്യാറായിരുന്നുവെന്നും വാദിച്ചു. എന്നാൽ എതിർകക്ഷികൾ ആവശ്യമായ അനുമതികൾ നേടുന്നതിലും മറ്റ് വ്യവസ്ഥകൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തിയെന്നും അവർ ആരോപിച്ചു. പ്രത്യേകിച്ച് നിലവിലുണ്ടായിരുന്ന ആദായനികുതി നിയമപ്രകാരമുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർ നേടിയില്ല. എന്നാൽ എതിർകക്ഷികൾ ഈ വാദങ്ങളെ നിഷേധിച്ചു. അവർക്ക് 10,80,000 രൂപ മാത്രമാണ് ലഭിച്ചതെന്നും വാദി വിൽപ്പനയ്ക്ക് തയ്യാറായിരുന്നില്ലെന്നും അവർ വാദിച്ചു. ഇതിനായി മടങ്ങിയ ചെക്കുകളും കേസ് ഫയൽ ചെയ്യാൻ വൈകിയതും അവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ കേസിൽ മൂന്നാം കക്ഷികളും ഉൾപ്പെട്ടിരുന്നു. എതിർകക്ഷികളിൽ നിന്ന് പിന്നീട് ഈ വസ്തു വാങ്ങിയവരാണിവർ. കേസിന്റെ സമൻസ് ലഭിക്കുന്നതിനു മുമ്പാണ് ഇവർ ഭൂമി വാങ്ങിയതെന്നും അതിനാൽ തങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഇവർ വാദിച്ചു. എന്നാൽ എറണാകുളം അഡീഷണൽ സബ് കോടതി വാദിഭാഗത്തിന് അനുകൂലമായി വിധി പറഞ്ഞു. വാദി വിൽപ്പനയ്ക്ക് തയ്യാറായിരുന്നുവെന്നും കേസ് സമയപരിധിക്കുള്ളിലാണെന്നും കോടതി കണ്ടെത്തി. ലഭ്യമായ രേഖകളും സാക്ഷിമൊഴികളും കോടതി വിശദമായി പരിശോധിച്ചു. വിചാരണ കോടതിയുടെ ഈ വിധിക്കെതിരെ എതിർകക്ഷികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി ഈ അപ്പീലുകൾ പരിഗണിക്കുകയും വിചാരണ കോടതിയുടെ വിധി ശരിവയ്ക്കുകയും ചെയ്തു. കേസ് കാലഹരണപ്പെട്ടതല്ലെന്ന് കോടതി കണ്ടെത്തി. വാദി വിൽപ്പനയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ എതിർകക്ഷികളാണ് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മൂന്നാം കക്ഷികൾ യഥാർത്ഥ ഉടമസ്ഥാവകാശ രേഖകൾ പരിശോധിക്കാതെയാണ് വസ്തു വാങ്ങിയതെന്നും അതിനാൽ അവർക്ക് ഈ വിഷയത്തിൽ പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഈ വിധിന്യായത്തിൽ സ്പെസിഫിക് റിലീഫ് നിയമത്തിലെ പ്രധാന തത്വങ്ങളും ബൊനാഫൈഡ് പർച്ചേസറിനെക്കുറിച്ചുള്ള നിയമവശങ്ങളും കോടതി വിശദീകരിച്ചു. ഒരു കരാർ ലംഘിക്കപ്പെട്ടാൽ കക്ഷികൾക്ക് കോടതിയെ സമീപിച്ച് അത് നടപ്പാക്കാൻ ആവശ്യപ്പെടാമെന്നും വസ്തു വാങ്ങുന്നവർ അതിന്റെ ഉടമസ്ഥാവകാശം ശ്രദ്ധയോടെ പരിശോധിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. എതിർകക്ഷികൾ 1 മാസത്തിനുള്ളിൽ വിൽപ്പന രേഖ നടപ്പിലാക്കണമെന്നും കോടതി ഉത്തരവിട്ടു.